പുനഃസംഘടനയിലെ സമവായ നീക്കങ്ങളുടെ ഭാഗമായാണ് കെ.പി.സി.സി നേതൃത്വം കേരളത്തിൽ നിന്നുള്ള എംപിമാരുമായി ഡൽഹിയിൽ കൂടിക്കാഴ്ച തുടരുന്നത്. തദ്ദേശ തെരഞ്ഞെടുപ്പ് പടിവാതിക്കലെത്തി നിൽക്കെ ഡി.സി.സി അധ്യക്ഷന്മാരെ മുഴുവൻ മാറ്റുന്നത് തിരിച്ചടിയാകുമെന്നും മികവ് തെളിയിച്ച അധ്യക്ഷന്മാരെ നിലനിർത്തിക്കൊണ്ടാവണം പുനഃസംഘടന പൂർത്തിയാക്കാനെന്നും മുൻ കെ.പി.സി.സി അധ്യക്ഷനും പ്രവർത്തക സമിതി അംഗവുമായ കെ. സുധാകരൻ നേതൃത്വത്തെ നിലപാടറിയിച്ചു. അതേസമയം തൃശൂർ ഒഴികെയുള്ള 13 ഇടങ്ങളിലും പുതിയ അധ്യക്ഷന്മാരെ പരിഗണിക്കണമെന്ന നിലപാടിലാണ് ഒരു വിഭാഗം. ഗ്രൂപ്പ് അടിസ്ഥാനത്തിലുള്ള അവകാശവാദങ്ങൾക്ക് പുറമെ എംപിമാർ സ്വന്തം നിലയ്ക്കും പദവികൾക്ക് വേണ്ടി പിടിവാശി കാണിക്കുന്നതാണ് നേതൃത്വത്തെ കുഴയ്ക്കുന്നത്. ഭാരവാഹികളെ തീരുമാനിക്കുന്നതിൽ ഏകപക്ഷീയമായ ഇടപെടൽ നടക്കുകയാണെന്ന പരിഭവം കൊടിക്കുന്നിൽ സുരേഷ് എംപിയും പങ്കുവച്ചതായാണ് സൂചന. തിരുവനന്തപുരം ഡി.സി.സി അധ്യക്ഷനായിരുന്ന പാലോട് രവിയെ കുരുക്കിയ ഫോൺ സംഭാഷണം പുറത്തായതിന് പിന്നിൽ ഗൂഢാലോചന നടന്നിട്ടുണ്ടെന്നും ഡി.സി.സി അധ്യക്ഷ സ്ഥാനം ലക്ഷ്യമിട്ടുള്ള ജില്ലയിലെ ഒരു മുതിർന്ന നേതാവിന്റെ ഇടപെടൽ വിഷയത്തിൽ ഉണ്ടായതായും നേതാക്കൾക്കിടയിൽ ആക്ഷേപമുണ്ട്. ഈ പശ്ചാത്തലത്തിൽ ഗ്രൂപ്പ് പ്രാതിനിധ്യത്തിന് അതീതമായി പൊതുസമ്മതനെ തിരുവനന്തപുരം ഡി.സി.സിയുടെ തലപ്പത്തേക്ക് പരിഗണിക്കണമെന്ന ആവശ്യവും ഒരു വിഭാഗം നേതാക്കൾ ശക്തമാക്കിയിട്ടുണ്ട്. തെരഞ്ഞെടുപ്പിന് തയ്യാറെടുക്കുന്ന സാഹചര്യത്തിൽ ഭാരവാഹികളുടെ എണ്ണം കൂടിയാലും തർക്കങ്ങൾ ഒഴിവാക്കി സമവായത്തിലെത്താനുള്ള നീക്കമാണ് നേതൃത്വം നടത്തുന്നത്. എംപിമാരുമായി നടത്തുന്ന കൂടിക്കാഴ്ച അവസാനിച്ചതിനു ശേഷം കെ.പി.സി.സി അധ്യക്ഷൻ സണ്ണി ജോസഫ്, പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ തുടങ്ങിയവർ കേരളത്തിന്റെ ചുമതലയുള്ള എ.ഐ.സി.സി ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷി, സംഘടനാകാര്യ ജനറൽ സെക്രട്ടറി കെ.സി. വേണുഗോപാൽ എന്നിവരുമായി അന്തിമ ചർച്ച നടത്തിയ ശേഷമാകും പട്ടികയ്ക്ക് രൂപം നൽകുക. ഡാൻ കുര്യൻ, ന്യൂസ് 18, തിരുവനന്തപുരം.